നമസ്കാരം. ടെനറ്റ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ബഹിരാകാശത്തെ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നാസയുടെ വോയേജർ പേടകം 1977 വിക്ഷേപിച്ച ഈ പേടകം 48 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ബഹിരാകാശത്ത് യാത്ര ചെയ്യുന്നു. അതും 100 വർഷത്തേക്ക് വൈദ്യുതി നൽകുന്ന ഒരു അത്ഭുത ടെക്നോളജിയോടെ. എന്താണ് ഈ ടെക്നോളജി? എങ്ങനെയാണ് ഇത് ഇത്ര നാൾ ഒരു ബാറ്ററി പോലെ പ്രവർത്തിച്ചത്? ഇതിന്റെ രഹസ്യം എന്താണ്? ആദ്യം വോയേജർ പേടകം എന്താണെന്ന് നോക്കാം. 1977 നാസ വിക്ഷേപിച്ച വോയേജർ 1, വോയേജർ 2 എന്നീ 2 പേടകങ്ങൾ ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കുവാൻ നിർമ്മിച്ചതാണ്. ശനി, യുറനസ്, നെപ്റ്റ്യൂൺ തുടങ്ങിയ ഗ്രഹങ്ങളെ പരിശോധിച്ച ശേഷം ഇവ ഇപ്പോൾ നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് ബഹിരാകാശത്തിന്റെ അതിരുകൾ കടന്ന് യാത്ര ചെയ്യുന്നു. പക്ഷേ ഒരു ചോദ്യം, എത്ര വർഷങ്ങൾ ഈ പേടകങ്ങൾ പ്രവർത്തിക്കും? സൂര്യനിൽ നിന്ന് ഇത്ര അകലെ സോളാർ പാനലുകൾ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇവയ്ക്ക് വൈദ്യുതി ലഭിക്കുന്നത്? ഇതിന്റെ ഉത്തരം, ഒരു അത്ഭുതകരമായ ടെക്നോളജിയാണ് ഈ പേടകങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വോയേജർ പേടകങ്ങൾക്ക് വൈദ്യുതി നൽകുന്നത് റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ എന്നൊരു ടെക്നോളജിയാണ്. ചുരുക്കി പറഞ്ഞാൽ RTG. ഇതെങ്ങനെയാണ്? ലളിതമായി പറയാം. RTGയിൽ ഒരു പ്രത്യേകതരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നു, പ്ലൂട്ടോണിയം 238. ഈ മെറ്റീരിയൽ സ്വാഭാവികമായി ചൂടുണ്ടാക്കുന്നു. കാരണം ഇത് റേഡിയോ ആക്റ്റീവ് ആയതിനാൽ പതുക്കെ വിഘടിക്കുമ്പോൾ ഊർജം പുറത്തുവിടുന്നു. ഈ ചൂടിനെ RTG വൈദ്യുതിയാക്കി മാറ്റുന്നു. സോളാർ പാനലുകളെ പോലെ സൂര്യപ്രകാശം ആവശ്യമില്ല. അതുകൊണ്ട് ബഹിരാകാശത്തിന്റെ ഇരുട്ടിലും ഒരു കുഴപ്പവുമില്ലാതെ ഈ പേടകത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഓരോ വോയേജർ പേടകത്തിലും 3 RTGകൾ വീതമുണ്ട്. ഇപ്പോൾ 2025 വോയേജർ 1ന് 220 വോൾട്ടും വോയേജർ 2ന് 223 വോൾട്ടും വൈദ്യുതി ലഭിക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയ ബൾബിന്റെ പവർ പോലെ തോന്നാമെങ്കിലും പേടകത്തിന്റെ ഉപകരണങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ ഈ വൈദ്യുതി മതിയാകും. ഇനി ഏറ്റവും രസകരമായ ചോദ്യം, ഈ RTG എങ്ങനെയാണ് 100 വർഷം വരെ വൈദ്യുതി നൽകുന്നത്? പ്ലൂട്ടോണിയം 238ന്റെ ഹാഫ് ലൈഫ് 87.7 വർഷമാണ്. അതായത് ഇതിന്റെ റേഡിയോ ആക്റ്റീവ് ശക്തി വളരെ പതുക്കെ കുറയുന്നു. അതുകൊണ്ട് 1977 വിട്ടയച്ച വോയേജർ പേടകം ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്നു, 48 വർഷത്തിന് ശേഷവും. പക്ഷേ ഓരോ വർഷവും RTGയുടെ പവർ അല്പം കുറയുന്നുണ്ട്. ഓരോ ദിവസവും. ഏകദേശം 2030ഓടെ വോയേജർ പേടകത്തിന് ഉപകരണങ്ങൾക്ക് പ്രവർത്തിക്കാൻ മതിയായ വൈദ്യുതി ലഭിക്കില്ല. എന്നിരുന്നാലും 100 വർഷത്തോളം പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ ടെക്നോളജി ഒരു അത്ഭുതമല്ലേ? വോയേജർ പേടകത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ടെക്നോളജിയാണ് RTG. 100 വർഷത്തോളം വൈദ്യുതി നൽകാൻ കഴിയുന്ന ഈ സാങ്കേതികവിദ്യ മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണത്തിലെ മഹത്തമായ നേട്ടമാണ്. വീഡിയോ ഇഷ്ടമായോ? ബഹിരാകാശത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ടോ? കമന്റ് ബോക്സിൽ എഴുതൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ രസകരമായ അറിവ് ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.